വാർത്തകൾ വിശദമായി. കൊല്ലം നെടുവത്തൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ദാരുണമായ ഒരു വാർത്ത തന്നെയാണ് രാവിലെ വരുന്നത്. കിണറ്റിൽ ചാടിയ യുവതി രക്ഷിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം 3 പേർ മരിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംഭവം ഉണ്ടാകുന്നത് കൊല്ലം നെടുവത്തൂരിലാണ്. ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനിടെയാണ് 3 മരണം സംഭവിച്ചിരിക്കുന്നത്. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നതും 3 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് ഇങ്ങനെയാണ്. പുലർച്ചെ 12 മണിയോടുകൂടി തന്നെ ഫയർഫോഴ്സിലേക്ക് ഒരു കോൾ വരുന്നു. തൻ്റെ അമ്മ കിണറ്റിൽ ചാടി തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. അതായത് ഈ വഴിയരികിൽ തന്നെ ഈ പ്രധാനമായും ഈ മരിച്ച അർച്ചന എന്ന് പറയുന്ന 33-കാരിയുടെ രണ്ട് മക്കൾ വഴിയരികിൽ ഫയർഫോഴ്സിനെ കാത്തു നിൽക്കുന്നു. അവരോട് പറയുന്നു അമ്മ കിണറ്റിൽ ചാടി രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് ഈ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപ് തന്നെ ഈ 3 പേരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. 36 വയസ്സുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സോണിയാണ് അർച്ചനയെ രക്ഷിക്കുന്നതിന് വേണ്ടി കിണറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് അർച്ചന, 33 വയസ്സാണ് അർച്ചനയ്ക്കുള്ളത്. അർച്ചനയ്ക്ക് 3 മക്കളാണുള്ളത്. 2 പെൺമക്കളും 1 ആൺകുട്ടിയും. ഇങ്ങനെ 3 മക്കളാണുള്ളത്. മറ്റൊന്ന് ഈ അർച്ചനയുടെ സുഹൃത്തായിട്ടുള്ള ശിവകൃഷ്ണൻ എന്ന് പറയുന്ന 22-കാരനും. ഈ 3 പേരാണ് ഈ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ദാരുണാന്ത്യം ഇവർക്കാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രധാനമായും ഇതിനു മുൻപ് ഈ ശിവകൃഷ്ണനും അർച്ചനയും ഒരേ വീട്ടിലാണ് കഴിഞ്ഞ 2 മാസമായി താമസമെന്നാണ് ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു. വഴക്കിനെ തുടർന്നാണ് അർച്ചന കിണറ്റിൽ ചാടിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. ഇതിനുള്ള കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതെല്ലാം തന്നെ അന്വേഷിച്ച് വരികയാണ്. അതിനു മുൻപ് ഇരുവരും തമ്മിൽ ഒരു വഴക്കുണ്ടായി. വഴക്കിനെ തുടർന്നാണ് ഈ അർച്ചന കിണറ്റിൽ ചാടിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. അതിനുശേഷം ഈ 22 വയസ്സുള്ള ശിവകൃഷ്ണൻ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ശിവകൃഷ്ണൻ ഈ ഉദ്യോഗസ്ഥർ പോയ സമയത്ത് മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ശിവകൃഷ്ണൻ കിണറ്റിന്റെ കൈവരിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അതായത് ഈ ടോർച്ച് പിടിച്ച് ലൈറ്റ് കാണിച്ചു കൊടുത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. ശിവകൃഷ്ണന്റെ കൂടെ തന്നെ മറ്റൊരു ഫ്രണ്ട്, ശിവകൃഷ്ണന്റെ കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ കൂട്ടുകാരനാണ് പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്, കിണറ്റിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ, കൊട്ടാരക്കര ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ വരുമ്പോൾ ഈ അർച്ചന കിണറ്റിൽ ചാടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ സോണി എന്ന് പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈ മുങ്ങൽ വിദഗ്ധരടക്കമാണെന്നാണ് ഈ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ ഇതിനു മുൻപും സമാനമായിട്ടുള്ള രീതിയിലുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, മുൻ പരിചയമുള്ള വ്യക്തിയാണെന്നാണ് മറ്റു സഹപ്രവർത്തകരടക്കം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ആറ്റിങ്ങൽ സ്വദേശിയാണ് സോണി. ഈ സോണി എന്ന് പറയുന്ന ഈ 36-കാരൻ അർച്ചനയെ രക്ഷിക്കുന്നതിന് വേണ്ടി റോപ്പ് അടക്കം കെട്ടിക്കൊണ്ട് കിണറ്റിലിറങ്ങുന്നു. അതിനുശേഷം അർച്ചനയെ ഈ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കിണറിൻ്റെ കൈവരി ഇടിഞ്ഞു വീഴുന്നത്. വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു കിണറാണെന്നാണ് ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ പഴക്കം ചെന്നിട്ടുള്ള കൈവരി ഇടിഞ്ഞു വീഴുന്നു. ആ കിണറിൻ്റെ സമീപത്തായി നിന്നിട്ടുണ്ടായിരുന്ന ഈ ശിവകൃഷ്ണൻ അടക്കം കിണറ്റിലേക്ക് വീണു എന്നാണ് പിന്നീട് പറയുന്നത്. അങ്ങനെയാണ് 3 പേർക്കും ഈ ഗുരുതരമായി പരിക്കേൽക്കുന്നു. കിണറ്റിൽ വീണതിനെ തുടർന്ന് ഈ പഴക്കം ചെന്ന കിണറായതുകൊണ്ട് തന്നെ കല്ലും മണ്ണും അടക്കം കിണറ്റിലേക്ക് വീഴുന്നു. അത് അവരുടെ ദേഹത്തേക്ക് പതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാകുന്നു. തുടർന്ന് ഈ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശിവകൃഷ്ണനെ തന്നെയായിരുന്നു. അതായത് ആദ്യം ഇദ്ദേഹത്തിന്റെ മേത്ത് റോപ്പ് കെട്ടിയത് കൊണ്ട് തന്നെ ഈ ശിവകൃഷ്ണനെ പുറത്തെടുക്കുക
പുറത്തെടുക്കാനാണ് ആദ്യം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ശിവകൃഷ്ണനെ പുറത്തെടുക്കുന്നു. അതിനുശേഷമാണ് മറ്റു 2 പേർ, അതായത് അർച്ചനയെയും ആദ്യം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സോണിയാണ് ആദ്യം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ശിവകൃഷ്ണനെയും അർച്ചനയെയും പുറത്തെടുക്കുന്നത്. അതിനുശേഷം ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപേ തന്നെ മരണം സംഭവിക്കുകയാണെന്നാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ കൊല്ലം ഈ അർച്ചനയും കുടുംബം കഴിഞ്ഞ 5 വർഷമേ ആയിട്ടുള്ള ഈ സ്ഥലത്ത് താമസം തുടങ്ങിയിരിക്കുന്നത്. ഈ അർച്ചനയും 3 മക്കളും കൂടാതെ തന്നെ അർച്ചനയുടെ അമ്മയുമാണ് ആ വീട്ടിൽ താമസമുള്ളതെന്നാണ് ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ 22 വയസ്സുകാരനായിട്ടുള്ള ശിവകൃഷ്ണൻ കഴിഞ്ഞ 2 മാസമായും ഇവരുടെ വീട്ടിലാണ്, അതായത് അർച്ചനയുടെ വീട്ടിലാണ് താമസമെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇരുവരും തമ്മിലുള്ള പ്രശ്നമാണ് ഈ കിണറ്റിൽ ചാടുന്നതിലേക്ക് എത്തിച്ചത് എന്നും നാട്ടുകാരും ഈ ഫയർഫോഴ്സ് അടക്കം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് വ്യക്തത വന്നിട്ടില്ല. അതിലെല്ലാം തന്നെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഈ 3 മൃതദേഹങ്ങളും ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തുകൊണ്ടാണ് ഈ കിണറ്റിൽ ചാടിയത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അടക്കം നടത്തേണ്ടതുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കൈവരി ഇടിഞ്ഞ് വീണതാണ് ഈ ഒരു മരണകാരണം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് മറ്റു ആളുകൾ എത്താതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. അതോ ഈ ഒരു ശിവകൃഷ്ണ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഒരു പരിസരത്ത് ഈ കിണറിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയത് എന്നടക്കമുള്ള വിവരങ്ങളുണ്ടോ? ഈ ഒരു അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു മരണം, 3 പേരുടെ ഒരു മരണത്തിന് ഇടയാക്കിയത് എന്ന് പറയാൻ സാധിക്കുമോ? അശ്രദ്ധ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ രാവും പകലും ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്, മുൻ പരിചയമുള്ള ആളുകളാണ്. ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള മറ്റു കേസുകളെല്ലാം കൈകാര്യം ചെയ്ത ആളുകളാണ്, വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അശ്രദ്ധ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഈ കിണറിന് പറയുന്നതനുസരിച്ചാണെങ്കിൽ കിണറിന് കാലപ്പഴക്കമുണ്ട്, വലിയ രീതിയിലുള്ള കാലപ്പഴക്കമുണ്ട്. കൂടാതെ ഈ മഴക്കാലവും മറ്റുമായതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇറങ്ങിയത് മൂലം ഇതിന് ബലക്ഷയം സംബന്ധിച്ചിട്ടുണ്ട്, ഈ കൈവരിക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അതാണ് സ്വാഭാവികമായും ഈ ഇടിഞ്ഞു വീഴാൻ കാരണമെന്നാണ് ഈ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ റോപ്പ് കെട്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം അടക്കം സാധാരണയായി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും അശ്രദ്ധയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർക്ക് കഴിയുന്ന രീതിയിലെല്ലാം തന്നെ തുടക്കം മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികളടക്കം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആദ്യം സോണി റോപ്പ് കെട്ടി ഇറങ്ങുന്നു. സോണിക്ക് വളരെ മുൻ പരിചയമുള്ള ഒരു വ്യക്തിയാണ്, ഇതിനും സമാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സോണിയെ തന്നെയാണ് ആദ്യം ഇറക്കുന്നത്. 36 വയസ്സുകാരനായിട്ടുള്ള സോണിയെ തന്നെയാണ് ഈ അർച്ചനയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ റോപ്പ് കെട്ടി വലിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എല്ലാത്തിനും, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമായിരുന്നു. വലിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഒരു കൈവരി ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. കാലപ്പഴക്കം മൂലമാണ് ഈ ഒരു ഇടിഞ്ഞു വീണതെന്നാണ് ഈ ഉദ്യോഗസ്ഥരും നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ അതുകൊണ്ടാണ് ഈ കൈവരി ഇടിയുന്ന സമയത്ത് ഈ 22-കാരനായിട്ടുള്ള അർച്ചനയുടെ സുഹൃത്ത് ഈ കൈവരിയുടെ സമീപത്തായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ കൈവരി ഇടിയുന്ന സമയത്ത് ഈ ബാലൻസ് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഈ 22-കാരൻ കൂടി കിണറ്റിലേക്ക് വീഴുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം വീണ്ടും സജീവമാക്കുന്നു. ഈ 3 പേരെയും വീണ്ടും പുറത്തെടുക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ സോണിയെ പുറത്തെടുക്കുന്നു. സോണിയെ പുറത്തെടുക്കാനാണ് ഈ റോപ്പ് കെട്ടിയത് കൊണ്ട് തന്നെ ആദ്യം സോണിയെ പുറത്തെടുക്കാൻ തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് മറ്റ് അർച്ചനയെയും 22-കാരനെയും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ നാട്ടുകാരാണെങ്കിലും ഈ വിവരം അറിയുന്നതിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു.
ഈ ഫയർഫോഴ്സിന് വേണ്ട സഹായങ്ങളടക്കം ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ട സഹായങ്ങളടക്കം ഈ നാട്ടുകാരുടെ നേതൃത്വത്തിലാണെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്നും നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഗുരുതരമായി പരിക്കേറ്റ് ഈ കല്ലും അടക്കം തലയിലും മറ്റും വീഴുന്നൊരു സാഹചര്യം, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗുരുതരമായി പരിക്കേറ്റതും. അങ്ങനെ പരിക്കേറ്റതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. 3 പേരും നോക്കുകയാണെങ്കിലും അധികം പ്രായമൊന്നും ആകാത്ത ആളുകളാണ്. 22 വയസ്സുള്ള അല്ലെങ്കിൽ 22 വയസ്സ് മാത്രമാണ് അർച്ചനയുടെ ആൺ സുഹൃത്തിനുള്ളത്. അർച്ചനയ്ക്ക് 33 വയസ്സ് മാത്രമാണുള്ളത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണെങ്കിൽ 36 വയസ്സ്. 3 പേരും അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം കൊല്ലത്തുണ്ടാകുന്നു. 3 പേരും മരിക്കുന്നു. ഇവർക്കാണെങ്കിൽ മക്കളും മറ്റും ഈ അർച്ചനയ്ക്ക് 3 മക്കളാണുള്ളത്. ആ മക്കളാണ് ഈ അമ്മയെ രക്ഷിക്കണമെന്ന് ഫയർഫോഴ്സ് സംഘം വീട്ടിലെത്തിയ സമയത്ത് വഴിയിൽ കാത്തു നിന്നുകൊണ്ടാണ് തൻ്റെ അമ്മയെ രക്ഷിക്കണം, തൻ്റെ അമ്മ കിണറ്റിൽ വീണിരിക്കുകയാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് ഈ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇന്ന് ഈ കൊല്ലത്ത് നിന്നും കേൾക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു യുവതിയും അതുപോലെ തന്നെ സുഹൃത്തുമായുള്ള ഒരു വാക്ക് തർക്കമാണ് ഇത്തരത്തിൽ യുവതി കിണറ്റിലേക്ക് ചാടുവാനുള്ളൊരു കാരണം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം ഈ ഒരു യുവതി കിണറ്റിലേക്ക് ചാടുവാനുള്ള ഒരു കാരണം സംബന്ധിച്ചും ഈ ഒരു അപകടത്തെ സംബന്ധിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്താണ്? കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണോ? അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിലിപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം ലഭിക്കുന്നത് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം മാത്രമാണ് ലഭിക്കുന്നത്. അതും ഈ കുടുംബാംഗങ്ങളും ഈ കുട്ടികളടക്കമാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഈ 22-കാരനും ഈ അർച്ചനയും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. ആ വഴക്കിനെ തുടർന്നാണ് ഈ കിണറ്റിൽ ചാടുന്ന ഒരു നിലയിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അടക്കം നടത്തേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അല്ലെങ്കിൽ ഈ വാക്കുതർക്കം മൂലം മാത്രമാണോ ഈ ഒരു അപകടം സംഭവിച്ചത്? അല്ലെങ്കിൽ ഈ ഒരു കിണറ്റിൽ ചാടുന്ന നിലയിലേക്ക് അടക്കം പോയത് ഈ ഒരു വാക്കുതർക്കം മൂലം മാത്രമാണോ എന്നതിലടക്കം തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഈ കൃത്യമായിട്ടുള്ള ഒരു കാരണം നമുക്കും പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴെല്ലാം തന്നെ വരുന്നത് ഒരു നിഗമനം മാത്രമാണ്. ഈ ഒരു വാക്കുതർക്കം മൂലമാണ് ഈ ഒരു കിണറ്റിൽ ചാടിയത് എന്ന് ലഭിക്കുന്ന ഒരു നിഗമനം മാത്രമാണ് ലഭിക്കുന്നത്. അതിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ പോലീസ് ഇപ്പോൾ ഇനി അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി കുട്ടികളുടെയും കൂടാതെ ഈ അർച്ചനയുടെയും അമ്മയുടെയും മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ മൊഴിയടക്കം രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ സമീപത്തുള്ള നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 മാസമായി ഈ 22-കാരൻ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ തങ്ങൾക്ക് ഇവരെ കുടുംബത്തെ അറിയുമെങ്കിൽ ഈ അർച്ചനയുടെ മക്കളെയും അറിയുമെങ്കിലും ഈ 22-കാരനെ തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഈ നാട്ടുകാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ അർച്ചനയുടെ കുടുംബവുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, കാണാറുള്ള ആളുകളാണ്, നല്ല ആളുകളാണ് എന്നടക്കം ഈ പഞ്ചായത്ത് അംഗമടക്കമുള്ള ആളുകൾ പറയുന്നു. പക്ഷേ ഈ 22-കാരനെ കുറിച്ച് തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒന്നും അറിയില്ല എന്നാണ് ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അടക്കം നടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അടക്കം പോലീസ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കാരണം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ശരി. കൊല്ലം നെടുവത്തൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.